കേരളത്തിൽ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രി പറയുകയാണ് കേരളം പിന്നോക്കമാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ പ്രഖ്യാപിച്ചാൽ പണം തരാം. എന്താ കേരളത്തിൻ്റെ കുറവ്? കേരളത്തിൽ ശിശുമരണ നിരക്ക് കുറവായതാണോ പ്രശ്നം? കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ നല്ല നിലയിലുള്ള സജ്ജീകരണങ്ങൾ ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന നിലയിൽ മാറ്റി തീർത്തതാണോ കേരളത്തിൻ്റെ പ്രശ്നം? കേരളത്തിൻ്റെ സർക്കാർ സ്കൂളുകൾ എല്ലാ വിദ്യാർത്ഥികളും, പണമുള്ളവരുടെ മക്കൾ മാത്രമല്ല, എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യം ഇതാ ഞങ്ങൾ ഒരുക്കുന്നു എന്ന് പറഞ്ഞ് കേരള മോഡൽ പൊതുവിദ്യാഭ്യാസം, ലക്ഷക്കണക്കിന് കുട്ടികൾ ഹൈടെക് ക്ലാസ് മുറികളായി സർക്കാർ സ്കൂളുകളെ ക്ലാസ് മുറികളെ മാറ്റിയതിൻ്റെ ഭാഗമായി പഠിക്കാനുള്ള സൗകര്യം ഒരുക്കിയതാണോ പ്രശ്നം? കേരളത്തിൽ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതാണോ പ്രശ്നം? കേരളത്തിൽ പെൻഷൻ നൽകുന്നതാണോ പ്രശ്നം? കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതാണോ പ്രശ്നം? അപ്പോൾ ഇതൊക്കെ നിർത്തിയാൽ, അതല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെ ജനങ്ങൾ നരകിച്ചാൽ, അങ്ങനെ ജനങ്ങളെ പ്രയാസപ്പെടുത്തി അത് പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ സഹായം തരാം. പിച്ചച്ചട്ടി നീട്ടുന്നത് പോലെ കേന്ദ്രത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ സൗകര്യമില്ല. ഈ അവകാശങ്ങൾ കേരളം നടപ്പിലാക്കിയത് കേരള മോഡൽ ഇന്ന് മറ്റു പല സംസ്ഥാനങ്ങളും മാതൃകയാക്കുകയാണ്. 2016 സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ നടപ്പിലാക്കിയ പല പദ്ധതികളും ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്.